അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ തവാഫ് കഴിഞ്ഞു. സഅയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഒരൽപ്പം കൂടെ വിശദമായ രൂപത്തിൽ സഅയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണർത്തുന്നത്. തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പള്ളിയിൽ സൗകര്യമുള്ള സ്ഥലത്ത് 2 റക്അത്ത് നമസ്കരിച്ച് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് അൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് അൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഇതും ഓതി വീണ്ടും ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ പോയി. ഇതിന് ശേഷമാണ് സഅയിന് വേണ്ടി നമ്മൾ സഫയിലേക്ക് കടന്നു വരുന്നത്. സഫ എന്ന് പറഞ്ഞാൽ മുമ്പ് അല്പം ഉയരമുള്ള ഒരു മലയായിരുന്നു സഫയും മർവയുമൊക്കെ. ഇന്ന് ഹറം വികസനത്തിൻ്റെ ഭാഗമായി അവ പള്ളിയിൽ തന്നെ അല്ലെങ്കിൽ ആളുകൾക്ക് മഴ നനയാതെ വെയിൽ തട്ടാതെ സഅയ് ചെയ്യാൻ സൗകര്യത്തിൽ ആണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. മിനുത്ത വീതിയുള്ള പാറ, കല്ല് എന്നൊക്കെയാണ് സഫ എന്ന് പറഞ്ഞാൽ. കഅബയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് സഫ മലയുള്ളത്. ജബലു അബി ഖുബൈസിൻ്റെ അടിത്തട്ടാണത്. അഥവാ അവിടെ നിന്ന് അങ്ങോട്ടാണ് സഫ മല മുതൽ തുടങ്ങി മുകളിലേക്ക് നിൽക്കുന്ന ആ മലക്കാണ് ജബൽ അബി ഖുബൈസ് എന്ന് പറയുക. ദഅവത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബങ്ങളെ വിളിച്ചുകൂട്ടി ദഅവത്ത് നടത്തിയ മലയാണ് ജബൽ അബി ഖുബൈസ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ സഫയെക്കുറിച്ചും മർവയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇന്ന സ്വഫ വൽ മർവത മിൻ ശഅഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. സഫയും മർവയും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു. ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോൾ അവക്കിടയിൽ സഅയ് നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് അവതരിക്കുവാനുള്ള ഒരു പശ്ചാത്തലം ഇബ്നു കസീറിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സഫ കുന്നിൻ്റെ മുകളിൽ ഇസാഫ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ ജാഹിലിയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. മർവ എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിൽ നായില എന്ന് പറയുന്ന വിഗ്രഹത്തെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇസ്ലാമിന് ശേഷം ഹജ്ജും ഉംറയും ചെയ്യുന്ന വേളയിൽ മുമ്പ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഈ കുന്നുകൾക്ക് മുമ്പിൽ സഅയ് നടത്തണോ വേണ്ടയോ മാനസികമായ ചില പ്രയാസങ്ങൾ ചില ആളുകൾക്ക്, സഹാബിമാർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് അതെ അവക്കിടയിൽ സഅയ് നടത്തണം എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അവതീർണമായത്. ഉംറ കർമ്മത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽപ്പെട്ടതാണ്, ഹജ്ജ് കർമ്മത്തിൻ്റെയും പ്രധാന ഘടകങ്ങളിൽപ്പെട്ടതാണ് സഫ മർവക്കിടയിലുള്ള സഅയ്. മർവ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി വീതിയുള്ള തിളക്കമുള്ള കല്ല് എന്ന അർത്ഥത്തിനാണ്. ജബലു ഖുഐഖിആ മലയുടെ അടിഭാഗത്താണ് മർവയുള്ളത്. കഅബയുടെ കിഴക്ക് വടക്ക് ഭാഗങ്ങളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ സഅയ് ഇല്ലാതെ ഒരിക്കലും ഹജ്ജും ഉംറയും ഇല്ല, സഅയും തവാഫും ഒക്കെ ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ഒരു ഹാജിമാർ നിർബന്ധമായും സഞ്ചരിക്കേണ്ട ഭാഗമാണ് സഫ മർവക്കിടയിൽ. അല്പദൂരമുണ്ട്, എന്നാൽ അല്പദൂരമുണ്ട്. പക്ഷേ ഇന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നടക്കേണ്ട ആളുകൾക്ക് അങ്ങനെ സഞ്ചരിക്കാം. വീൽ ചെയറിൽ പോകേണ്ട ആളുകൾക്ക് അതിനുള്ള സൗകര്യവുമുണ്ട്. വിശുദ്ധ ഹദീസുകളിൽ മഹദിയായ ഹാജറിൻ്റെ ചരിത്ര സംഭവം വിവരിക്കുന്നുണ്ട്. അത് സഅയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനായ ഇസ്മായിലിൻ്റെ ഉമ്മയായ ഹാജറുമായി മക്കയിലേക്ക് വന്നു. അങ്ങനെ കഅബാലയത്തിൻ്റെ അടുക്കൽ, അന്ന് കഅബാലയം നിർമ്മിക്കപ്പെട്ടിട്ടില്ല, അവിടെ വലിയ ഒരു മരമുണ്ടായിരുന്നു, സംസമിൻ്റെ അടുക്കലായി. അവരവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു.
അന്ന് മക്കയിൽ മനുഷ്യതാമസമില്ല, കുടിക്കുവാനുള്ള വെള്ളമില്ല. ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും മറ്റൊന്നിൽ അല്പം കാരക്കയും മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നടന്നു. അവർ ചോദിച്ചു, യാ ഇബ്രാഹിം അയ്ന തദ്ഹബ് വതത്റുകുനാ ഫീ ഹാദൽ വാദി ലൈസ ഫീഹി അനീസും വലാ ഷൈ. ആരാരുമില്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണോ? ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും പ്രതികരിച്ചില്ല. അവസാനം ഹാജർ തന്നെ ചോദിക്കുന്നു, അല്ലാഹു അമറക ബിഹാദ, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ? അതെ എന്ന് പറഞ്ഞപ്പോൾ തവക്കുലിൻ്റെ മാതൃകയായിരുന്ന മഹദി ഹാജർ പറഞ്ഞു, ഇദൻ ലാ യുളയ്യുന, എങ്കിൽ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ പാഴാക്കിയില്ല എന്നാണ്. ഞങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നവർ പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്പം ദൂരെ പോയി മലയുടെ അല്പം മുകൾ ഭാഗത്തു നിന്നുകൊണ്ട് കഅബാലയത്തിനു നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. വളരെ അർത്ഥവത്തായ ചില പ്രാർത്ഥനകൾ സൂറത്ത് അൽ ബഖറയിൽ വിശുദ്ധ ഖുർആൻ അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നോക്കി അവരുടെ ഉമ്മ ഹാജർ ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. വെള്ളം അല്പാൽപമായി തീർന്നുകൊണ്ടിരുന്നു. കാരക്കകൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു. അവസാനം അവർക്ക് വിശപ്പുണ്ടായി, ദാഹമുണ്ടായി. ഒരിറ്റു വെള്ളം കുടിക്കുവാനില്ല. കുട്ടിയാണെങ്കിൽ ദാഹിച്ച് മരണത്തോട് മല്ലിടിച്ചു കൊണ്ടിരിക്കുന്നു. ആരാ സഹായിക്കാനുള്ളത്? എന്താ ഒരു മാർഗമുള്ളത്? തൊട്ടടുത്തുണ്ടായിരുന്നത് ജബലു സഫ മലയായിരുന്നു. അങ്ങനെ അവർ വിചാരിച്ചു, അതിൻ്റെ മുകളിൽ കയറിയാൽ ആരെങ്കിലും കാണാമോ, ആരെങ്കിലും സഹായിക്കാനുണ്ടാകുമോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ഫഹബതത് മിനസ് സഫ ഹത്താ ഇദാ ബലഗൽ വാദി റഫഅത് തറഫ ദിർഇഹാ സുമ്മ സഅദ്. സഫയിൽ നിറങ്ങി അങ്ങനെ താഴ്വരയിലെത്തിയപ്പോൾ അവരുടെ വസ്ത്രം അല്പൊന്ന് പൊക്കി പിന്നീട് ഓടുകയാണ് മർവയിലേക്ക്. അവിടെ കയറിയാൽ ആരെയെങ്കിലും കാണുമോ എന്നത്. ലൗ ദഹബ്തു ഫനറതു മാ ഫഅൽ. അവിടെ കയറിയപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കുട്ടിയെ പോയി ഒന്ന് നോക്കട്ടെ. അങ്ങനെ 7 തവണ ഇത് ആവർത്തിക്കുകയുണ്ടായി. അവസാനം മർവയിലെത്തിയപ്പോൾ ഫലമ്മ അശ്റഫത് അൽ മർവ സമിഅ സൗതൻ. മർവയിൽ നിന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ അവർ സ്വയം പറയുകയാണ്, മിണ്ടാതിരിക്ക്, മനസ്സിനോട് പറയുകയാണ്. പിന്നെ ശ്രദ്ധിച്ചപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഖദ് അസ്മഅ ഇൻ കാന ഇൻദക ഗവാസുൻ. ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നിന്റെ പക്കൽ വല്ല സഹായമുണ്ടെങ്കിൽ. മറ്റു ചില റിപ്പോർട്ടുകൾ ഇൻ കാന ഇൻദക ഖൈർ, വല്ല ഖൈറും നിന്റെ പക്കലുണ്ടെങ്കിൽ സഹായിക്കണേ എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദാലിക സഅയുൻ നാസി ബൈനഹുമാ. അവർ സഫയുടെയും മർവയുടെയും ഇടയിൽ 7 തവണ ഓടി. അതാണ് ഇന്ന് ആളുകൾ സഅയായി ചെയ്യുന്നത്. അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. ഫബഹസ ബിഅഖ്ബിഹി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മടമ്പുകൊണ്ട് അല്ലെങ്കിൽ ചിറകുകൊണ്ട് അവിടെ അല്പം ഒന്ന് ചികഞ്ഞു. വഗമസ അഖിബ അൽ അർദ്. അതായത് മടമ്പുകൊണ്ട് അല്ലെങ്കിൽ ചിറകുകൊണ്ട് ഭൂമിയിൽ ഒന്ന് കുഴിച്ചു എന്നാണുള്ളത്. അവിടെ നിന്ന് വെള്ളം നിർഗളിച്ചു. ഹാജർ വെള്ളം ഇരു കൈകൾ കൊണ്ടും വെള്ളം ഒന്ന് ഹൗലാക്കി ഒന്ന് കെട്ടി നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർഹമുല്ലാഹു ഉമ്മ ഇസ്മായിൽ ലൗ തറക സംസം. ഇസ്മായിലിൻ്റെ ഉമ്മാക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. നിർഗളിച്ചു വന്ന സംസത്തെ അവർ അങ്ങനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ലക്കാന സംസം ഐനൻ മുഈന, ഒഴുകുന്ന ഒരു നീർച്ചാലായി സംസം തീരുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് സഈൻ്റെ ചരിത്രം. ആ ഹദീസ് അങ്ങനെ തുടർന്നു പോകുന്നു. പിന്നീട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായി വിവാഹം കഴിക്കുന്ന ചരിത്രമൊക്കെ ഹദീസിലുണ്ട്. അല്പം ദീർഘമായ ഹദീസാണ്. അപ്പോൾ ഇവിടെ സഈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കുറേ ചരിത്രങ്ങളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ദഅവത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണങ്ങൾ, ഇബ്രാഹിമിൻ്റെയും ഹാജറിൻ്റെയും അലൈഹിമസ്സലാം അള്ളാഹുവിൽ അടിയുറച്ച തവക്കുൽ, പ്രത്യേകിച്ച് ആരാരുമില്ലാത്ത ആ പ്രദേശത്ത് ഈ ചോരപ്പൈതലിനെ കൊണ്ടുപോയി തിരിഞ്ഞു നടക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൻ്റെ റബ്ബിലുള്ള തവക്കുലും വിശ്വാസവും എത്രമാത്രമാണ് എന്ന്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു
വിശ്വസിച്ച ആളുകളെയും നമ്മുടെ പ്രവാചകന്മാരെയും നാം സഹായിക്കുമെന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പുലർച്ച, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, സംസമിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഇതൊക്കെ നമ്മൾ സഅയ് ചെയ്യുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകണം. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനനുസരിച്ച് പലതും കാട്ടിക്കൂട്ടുക എന്നല്ല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സിൽ വലിയ തവക്കുലും ഈമാനുമായി നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ ഈ ചരിത്ര മുഹൂർത്തങ്ങൾ മനസ്സിൽ അയവിറക്കിക്കൊണ്ട് സഅയ് ചെയ്യുവാൻ സാധിക്കണം. ഇനി സഅയിന് നമുക്ക് ആവശ്യമായ കുറേ സഅയിൻ്റെ നിബന്ധനകളുണ്ട്. ഒന്ന് നിയ്യത്ത് വേണം എന്ന് തന്നെയാണ്. ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് വേണം. അതേപോലെ തന്നെ സഅയിന് നിയ്യത്തുണ്ടായിരിക്കണം. ഇന്നതിൻ്റെ സഅയ് ചെയ്യുകയാണ് എന്ന് പ്രത്യേകിച്ചൊരു തഅയീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ സഅയിൻ്റെ നടത്തത്തിനിടയിൽ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ ആ കുട്ടിയെ തിരയാൻ വേണ്ടി ഒരാൾ 7 തവണ റൗണ്ട് നടന്നു കഴിഞ്ഞാൽ അത് സഅയായി പരിഗണിക്കപ്പെടുകയില്ല. അത് കുട്ടിയെ തിരയാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതോ ഒരു കൂട്ടുകാരൻ സഅയ് നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നതുകൊണ്ട് സഅയായി തീരുകയില്ല. അതേപോലെ തന്നെ ഒരു നിബന്ധനയാണ്, സഅയ് ആരംഭിക്കേണ്ടത് സ്വഫയിൽ നിന്നാണ്. ഇനി ആരെങ്കിലും മർവയിൽ നിന്ന് ആരംഭിച്ചു എന്ന് വിചാരിക്കുക. മർവയിൽ നിന്ന് സഫയിൽ എത്തിയ ആദ്യ റൗണ്ട്, ആദ്യത്തെ ആ സഅയായി പരിഗണിക്കുകയില്ല. എപ്പോഴാണോ സഫയിൽ നിന്ന് ആരംഭിച്ചത് അത് മുതലുള്ള സഅയാണ് പരിഗണിക്കുക. അപ്പോൾ സഫയിൽ നിന്ന് ആരംഭിച്ച് മർവയിലെത്തുന്നു, അപ്പോൾ ഒരു സഅയായി. മർവയിൽ നിന്നും വീണ്ടും സഫയിലേക്ക് എത്തുന്നു, 2ആയി. ഇതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു നിബന്ധന, സഅയ് നടത്തേണ്ടത് തവാഫിന് ശേഷമായിരിക്കണം. ഏത് രൂപത്തിലാണ് തവാഫ് നടത്തേണ്ടത്, അങ്ങനെ ശരിയായ രൂപത്തിൽ തവാഫ് നടത്തിയതിന് ശേഷമായിരിക്കണം സഅയ് ചെയ്യേണ്ടത്. ഒരാൾ ഉംറ നിർവഹിക്കുമ്പോൾ ആദ്യം സഅയ് ചെയ്തു പിന്നീട് തവാഫ് ചെയ്തു എങ്കിൽ അത് സഅയായി പരിഗണിക്കപ്പെടുകയില്ല എന്നർത്ഥം. എന്നാൽ ഹജ്ജിൻ്റെ സമയങ്ങളിൽ ഒരാൾ സഅയ് ചെയ്തു പിന്നീടാണ് തവാഫ് നടത്തിയത് എങ്കിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം ആദ്യം തവാഫ് ചെയ്യുക പിന്നീട് സഅയ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഅയ് നടത്തേണ്ടത് 7 തവണയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സഫയിൽ നിന്ന് ആരംഭിച്ച് മർവയിലെത്തി 1, മർവയിൽ നിന്ന് സഫയിലെത്തി 2, അങ്ങനെ അവസാനം 7 പൂർത്തിയാകുമ്പോൾ ഒരാൾ എത്തിപ്പെടുക മർവയിലായിരിക്കും. മറ്റൊരു നിബന്ധന, സഅയ് നടത്തേണ്ട നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അതല്ല കുറേ അകലം പോയി അവിടെ വെച്ച് ഇതിന് സമാനമായ രൂപത്തിൽ സഅയ് നടത്തിയാൽ സഅയായി പരിഗണിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കണം, സഫയിലും മർവയിലും പൂർണ്ണമായി കവർ ചെയ്യാൻ സാധിക്കണം. രണ്ടിൻ്റെയും ഇടയിൽ പച്ച ലൈറ്റ് കത്തുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത രൂപത്തിലോ സഅയ് നടത്തിയാൽ അയാൾ 7 തവണ സഅയ് നടത്തിയാലും സഅയായി പരിഗണിക്കപ്പെടുകയില്ല. സഫയുടെ മുകളിൽ നിന്ന് ആരംഭിച്ച് മർവയുടെ മുകളിൽ എത്തണം. അവിടെയും ഇവിടെയും തൊടാത്ത രൂപത്തിലാകരുത് എന്നത്. അതേപോലെ തന്നെ തവാഫ് സ്വതന്ത്രമായി ചെയ്യാം. എന്നാൽ സഅയ് അങ്ങനെ ഒന്നില്ല. അതായത് ഒരാൾക്ക് സുന്നത്തായ തവാഫ് ചെയ്യാം, എന്നാൽ സഅയ് അങ്ങനെ സുന്നത്തായ ഒരു സഅയ് ഇല്ല. ഒന്നുകിൽ ഉംറയുടെ തവാഫ്, അതിന് ശേഷമുള്ള സഅയ്, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ സഅയ് എന്നല്ലാതെ സുന്നത്തായ രൂപത്തിലുള്ള സഅയ് ഇല്ല. അപ്രകാരം തന്നെ സഅയിന് ഉളു നിർബന്ധമില്ല. പക്ഷെ ഉണ്ടാകൽ നല്ലതാണ്, സുന്നത്താണ്. കാരണം ഒരു പക്ഷേ ആ വേളയിലാണ് ഇഖാമത്ത് വിളിക്കുന്നതെങ്കിൽ പിന്നീട് പുറത്തു പോയി ഉദുവെടുത്ത് വന്ന് അതൊക്കെ പ്രയാസകരമായി തീരും. ഉദു ഉണ്ടാകൽ നല്ലതാണ്. തവാഫിനെ പോലെ ഒരു ഷർത്ത് എന്ന രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടതില്ല. തവാഫിന് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിൽ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന സുന്നത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ സഅയിന് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയും സുന്നത്തില്ല. ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ
ഖുർആൻ ഓതാം, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം. പ്രത്യേകമായ പ്രാർത്ഥന എന്നൊന്നില്ല. സഈൻ്റെ ഒരു പൂർണ്ണമായ രൂപം സഫയിലേക്ക് കയറുമ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ ആയത്ത് ഓതുക. എന്നിട്ട് അബ്ദഉ ബിമാ ബദ അള്ളാഹു ആരംഭിച്ചതിൽ നിന്നും ഞാൻ ആരംഭിച്ചു. സഫ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അള്ളാഹു ആരംഭിച്ചത്. ഞാൻ എൻ്റെ സഈ ഇതാ സഫയിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ കയറുക. മുകളിൽ കയറിക്കഴിഞ്ഞാൽ കഅബാലയത്തിന് നേരെ തിരിഞ്ഞും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദഹു വനസ്റ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് 3 തവണ ചൊല്ലുക. ശേഷം സഫയിൽ നിന്ന് മർവയിലേക്ക് പോവുക. 2 മലയുടെയും താഴ്വാരമുള്ള ഭാഗം ഇന്നവിടെ പച്ച ലൈറ്റ് കാണാൻ സാധിക്കും. ആ സ്ഥലത്ത് പുരുഷന്മാർ അല്പം ധൃതിയിൽ നടക്കുക. തവാഫുൽ ഖുദൂം ചെയ്യുമ്പോൾ തവാഫിൽ ആദ്യത്തെ 3 റൗണ്ടിൽ പുരുഷന്മാർ കാലുകൾ അടുപ്പിച്ച് വെച്ച് സഞ്ചരിച്ചതുപോലെ സഈ നടത്തുമ്പോൾ ഏത് സഈ ആകട്ടെ പച്ച ലൈറ്റുകൾക്കിടയിൽ അല്പം സ്പീഡിൽ നടക്കുകയോ ഓടുകയോ ചെയ്യുക. അത് പുരുഷന്മാർക്ക് മാത്രമുള്ള നിബന്ധനയാണ്, സ്ത്രീകൾക്ക് അത് ബാധകമല്ല. മർവയിലെത്തിയാലും ഇതേപോലെ സഫയിൽ എന്താണോ നമ്മൾ ചെയ്തത് അതേപോലെ ചെയ്യുക. പിന്നീട് മർവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്നു. അങ്ങനെ അവസാനം പൂർത്തിയാകുമ്പോൾ 7 സഈ പൂർത്തിയാകുമ്പോൾ നമ്മൾ മർവയിലായിരിക്കും. അത് കഴിഞ്ഞ് മുത്തമത്തിയായ ഹജ്ജ് ചെയ്യുന്ന ആളും ഉംറ ചെയ്യുന്ന ആളും പുരുഷന്മാർ മുടി എടുക്കുക. ആ മുടി എടുക്കുന്നതോടുകൂടി മാത്രമാണ് അവർ തഹല്ലുലാകുക, ഇല്ലെങ്കിൽ തഹല്ലുലാകുകയില്ല. സ്ത്രീകളാട്ടെ അവരുടെ മുടിയുടെ അഗ്രഭാഗത്തും ഒരു വിരൽ തുമ്പിൻ്റെ അത്ര മുറിച്ച് കളയുക. അത് മർവയിൽ വെച്ച് തന്നെ നടത്തണമെന്നില്ല. പക്ഷെ അത് നടത്തി കഴിഞ്ഞാലാണ് ഇഹ്റാമിൽ നിന്ന് അയാൾ പൂർണ്ണമായി ഒഴിവാകുക. അതുകൊണ്ട് ഇനി റൂമിലെത്തിയതിന് ശേഷമോ അല്ലെങ്കിൽ സൗകര്യമുള്ള ഏതൊരു സ്ഥലത്ത് വെച്ചും ചെയ്യാവുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉംറ ചെയ്യുമ്പോൾ മൊട്ടയടിക്കലാണ് നല്ലത്. മുത്തമത്തിയായി അഥവാ ആദ്യം ഉംറ ചെയ്ത് പിന്നീട് ദുൽഹജ്ജ് 8 ഹജ്ജിൽ പ്രവേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉംറ കഴിഞ്ഞ് ഹജ്ജിലേക്ക് കുറേ ദിവസം ബാക്കി ഉണ്ടെങ്കിൽ മൊട്ടയടിക്കലാണ് നല്ലത്. അതല്ല, ഉംറ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഹജ്ജ് ചെയ്യുവാൻ അധിക ദിവസങ്ങളില്ല എങ്കിൽ അവർ മുടി വെട്ടലാണ് നല്ലത്. മുടി വെട്ടുക എന്ന് പറയുമ്പോൾ തലയുടെ എല്ലാ ഭാഗത്തും പൂർണ്ണമായി മുടിയെടുക്കണം. ചില ആളുകൾ തലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് 2-3 മുടി മാത്രം മുറിച്ചെടുക്കുന്ന സ്വഭാവം കാണാൻ സാധിക്കും. അതല്ല മുടി കളയുക എന്ന് പറഞ്ഞാൽ. കാരണം ഉംറ കഴിഞ്ഞ് പിന്നീട് ഹജ്ജിലേക്ക് അധിക ദിവസമില്ല എങ്കിൽ ഹജ്ജിന് ശേഷം മുടി കളയാനുണ്ടല്ലോ, അപ്പോൾ മുടി തീരെ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് കഴിയുന്നതോടുകൂടി മുത്തമത്തിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാം, അയാൾക്ക് സാധാരണക്കാരനെ പോലെ ജീവിക്കാം. ഇനി ദുൽഹജ്ജ് 8 യൗമു തർബിയുടെ അന്ന് അയാൾക്ക് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. ഉംറ മാത്രം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതോടുകൂടി അയാൾ എന്തൊരു കാര്യത്തിനാണോ പുറപ്പെട്ടത്, അത് ഉംറക്കാണല്ലോ, അതോടുകൂടി പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹജ്ജിൻ്റെ യൗമു തർവിയയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.